ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 5-ാം വാരം ബുധൻ. നാം വായിച്ചു കേൾക്കുന്നത് മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ ഉള്ളിൽ നിന്നും പുറത്തു വരുന്നതിനെ ശ്രദ്ധിക്കാനാണ് ഈ സുവിശേഷ ഭാഗത്ത് യേശുനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരുവനെ ദൈവിക സന്നിധിയിൽ അയോഗ്യനാക്കുന്നത് അശുദ്ധമായ കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതല്ല, മറിച്ച് അവൻ ചെയ്യുന്ന പാപങ്ങളാണ്. നമ്മുടെ എല്ലാ അധാർമിക പ്രവൃത്തികളും ഒരുവന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. പാരമ്പര്യത്തെ ചൊല്ലി യേശുവുമായി തർക്കിച്ച വ്യക്തികൾക്ക് മറുപടി നൽകിയ ശേഷം ജനങ്ങളെ അടുത്തു വിളിച്ച് ശുദ്ധിയെക്കുറിച്ചും അശുദ്ധിയെക്കുറിച്ചും ഉള്ള ദൈവഹിതം എന്തെന്ന് അവനെ അറിയിക്കുന്ന യേശുനാഥനെ നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് കാണുവാനായി സാധിക്കും. ഹൃദയാഘാതം, ഹൃദയത്തിലെ ദ്വാരം എന്നിവയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ശാരീരികമായ തലത്തിൽ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് ഇവ. എന്നാൽ ഈ സുവിശേഷത്തിൽ ഹൃദയത്തിൻ്റെ മലിനത അല്ലെങ്കിൽ അശുദ്ധി എന്ന് വിശേഷിപ്പിക്കുന്ന ഹൃദയത്തിൻ്റെ കൂടുതൽ ഭയാനകമായ ഒരു രോഗത്തെ യേശുനാഥൻ തുറന്നുകാട്ടുന്നുണ്ട്. ഈ രോഗത്തിൻ്റെ ഫലങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്ത് യേശുനാഥൻ പരാമർശിക്കുന്ന നമ്മുടെ ദുഷ്പ്രവൃത്തികൾ. ഇവിടെ ഏറ്റവും അപകടവശമെന്ന് പറയുന്നത് നമുക്ക് സ്വർഗരാജ്യം നഷ്ടമാകും എന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പുറം കഴുകി വെടിപ്പാക്കുന്നത് കൊണ്ടോ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടോ മാത്രം മനുഷ്യൻ ശുദ്ധനാകുന്നില്ല. ഓരോ മനുഷ്യനും തൻ്റെ ചിന്തകളിലും പ്രവൃത്തികളിലും മറഞ്ഞിരിക്കുന്ന ദുർമോഹങ്ങളെയും സ്വാർത്ഥതയെയും അഹങ്കാരത്തെയും നിയന്ത്രിക്കാൻ ശ്രമിക്കാത്തിടത്തോളം കാലം അവനെ ദൈവഹിത പ്രകാരമുള്ള വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: അധർമ്മികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് വഴി തെറ്റാതിരിക്കട്ടെ. അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും കാരണമായി നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് പിശാചിനെയും അവൻ്റെ കൂട്ടാളികളെയും ആയിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ മറക്കുന്ന കാര്യം, നമുക്ക് പാപം ചെയ്യാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി തരാനല്ലാതെ നമ്മെക്കൊണ്ട് പാപം ചെയ്യിക്കാൻ സാത്താന് ആവില്ല എന്നതാണ് വാസ്തവം. സാത്താൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ചുറ്റുമാണ് നടക്കുന്നത്, ഉള്ളിലല്ല. പാപം ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള കൃപയും സ്വാതന്ത്ര്യവും ദൈവം നമുക്കെല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എത്ര വിശുദ്ധമായ വസ്തുക്കളെയും വ്യക്തികളെയും പാപകരമാക്കി മാറ്റാൻ മനുഷ്യനാകും, അതുപോലെ എത്ര പാപകരമായ സാഹചര്യങ്ങളിലും പാപം ചെയ്യാതിരിക്കാനും മനുഷ്യനെ കൊണ്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് നമുക്ക് ചുറ്റുമുള്ളവയെ പാപം പുണ്യവും ആക്കുന്നത്. സംശയം നിറഞ്ഞ ഹൃദയം നോക്കുന്നിടത്തെല്ലാം സംശയകരമായത് കണ്ടെത്തുന്നു. ഭോഗാസക്തി നിറഞ്ഞ ഹൃദയം കാണുന്നതിലെല്ലാം മ്ലേച്ഛത ദർശിക്കുന്നു. അവിശ്വസ്തമായ ഹൃദയം കാണുന്നവരെയെല്ലാം വഞ്ചകരും ദുരാഗ്രഹികളുമായി കാണുന്നു. ഇതിനെതിരെയുള്ള പ്രതിവിധി എന്ന് പറയുന്നത്, അശുദ്ധിയുണ്ടെങ്കിൽ ശുദ്ധീകരണവും ഉണ്ടായിരിക്കണം. മനുഷ്യപാപം മൂലമാണ് അശുദ്ധി ഉണ്ടാകുന്നതെങ്കിൽ ദിവ്യവിശുദ്ധിയിലൂടെ ശുദ്ധീകരണം നടത്തണം. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ അശുദ്ധികളിൽ നിന്നും നിങ്ങൾ ശുദ്ധരാകും. ഈ രോഗത്തെ ചികിത്സിക്കാൻ ദൈവം നമ്മിൽ നടത്തുന്ന ദിവ്യ ശാസ്ത്രക്രിയയാണ് കുമ്പസാരം. ഈ കുദാശയിൽ ദൈവം തൻ്റെ സമ്പന്നമായ കരുണയിലും അചഞ്ചലമായ സ്നേഹത്തിലും നമ്മെ സുഖപ്പെടുത്തുന്നു. നമ്മോട് ക്ഷമിച്ച് നമ്മെ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തുന്നു.
അതുവഴി ഹൃദയത്തിൻ്റെ അശുദ്ധിയെ ശുദ്ധീകരിക്കുന്നു. ഈ രോഗശാന്തിക്ക് സഹായിക്കുന്ന മരുന്നുകൾ മാനസാന്തരവും പ്രാർത്ഥനയുമാണ്. ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ ബാഹ്യമായ തെറ്റുകൾ ഒഴിവാക്കാൻ മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ശുദ്ധീകരിക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം ഇപ്രകാരം പറയുന്നു: നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുതപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരു പക്ഷേ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും. നമ്മുടെ ആന്തരിക വ്യക്തിത്വം പരിശോധിക്കാനും ഹൃദയശുദ്ധിക്കായി പരിശ്രമിക്കാനും ഈ വചനം നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ പരിവർത്തനം ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള കൃപ തമ്പുരാൻ ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.